ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ. വീഡിയോ എപ്പോഴും ചെയ്യാത്തതുകൊണ്ട് തന്നെ സബ്ബെല്ലാം കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സീഡ്സിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് താമര വിത്ത്, അതായത് മക്കാന, അത് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു സീഡ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. സീഡ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മക്കാന എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 100 ഗ്രാമെല്ലാം ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കടല ഉണ്ടല്ലോ, കടല തൊലി കളഞ്ഞ കടല വേണം, വറുത്തതാണ് കേട്ടോ അത്. അതേപോലെ തന്നെ വൈറ്റ് എള്ളുമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഈ മക്കാന പൊട്ടിച്ചാൽ പൊടിയുന്ന രീതിയിൽ ചൂടാക്കി എടുക്കണം കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ബ്ലാക്ക് ശർക്കരയാണ് നല്ലത്. അപ്പോൾ ആ ഒരു കളറെല്ലാം വരുമ്പോൾ കാണാൻ നല്ല മുഞ്ചുണ്ടാവും. ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ മക്കാന ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ അത് ബ്രൗൺ കളറൊന്നും ആവാതെ നോക്കണം. അതേസമയം പൊട്ടിച്ചാൽ പൊടിഞ്ഞു പോരുന്ന രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ പൊട്ടിച്ചിട്ട് ഇതങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ആ പാനിൽ തന്നെ അത് ചൂടുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് വൈറ്റ് എള്ളൊന്ന് ചൂടാക്കിയെടുക്കണം. എള്ള് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് അടുത്ത് നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ എള്ള് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നിലക്കടലയും കൂടെ ഒന്നുകൂടി ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് വറുത്ത നിലക്കടല തന്നെയാണ്, പക്ഷേ മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കടലയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 പീസ് ശർക്കര ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ചൂടായ പാനിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ശർക്കര പാനി നല്ലോണം കുറുകി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അത് ചൂടാക്കുന്നതിനനുസരിച്ചിട്ട് നല്ല തിക്കായി വരും കേട്ടോ. എന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക. അത് പിന്നെ ഇങ്ങനെ ഒരു പശ പോലെ ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അങ്ങനെ ആയിട്ടില്ലായിരുന്നു. വീണ്ടും ഇതാ കുറച്ചുകൂടി ഇങ്ങനെ ഇളക്കി കുക്ക് ചെയ്തതിൻ്റെ ശേഷം എടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വേണ്ടത് കേട്ടോ. അതായത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിൽ കിട്ടണം. ഇനി ഈ തയ്യാറാക്കി വെച്ച ശർക്കര പാനിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മക്കാന ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആ ശർക്കര അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യണേ. ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടല എള്ളെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കറുപ്പ് ശർക്കര ആണെങ്കിൽ ആ ഒരു ഡാർക്ക് കളർ വന്നിട്ട് കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. മുന്നേ ഞാൻ ചെയ്തിട്ടില്ലേ ആ ശർക്കര കൊണ്ടേനു, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ശർക്കര ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത് കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതേസമയം ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ മക്കാന റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. പ്രിയരെ, ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ. ഇത് അംജദ് ഖാ കുറച്ച് മുന്നേ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അംജദ് ഖായുടെ സഹായത്തിനായിട്ട്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ സഹായിച്ചെന്നും ഇപ്പോൾ അംജദ് ഖായുടെ അവസ്ഥ എന്താണെന്നെല്ലാം ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അംജദ് ഖാ ഒരു സർജറിയും കൂടി ചെയ്തിരിക്കുകയാണ്. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷനും എല്ലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അറിയാലോ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ചിലവേറിയതാണ്. അപ്പോൾ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലാണ്. ഹോസ്പിറ്റലിലൊക്കെ ബില്ല് പേ ചെയ്യാനുണ്ട് എന്നെല്ലാം അറിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊന്ന് സഹായിക്കണേ. അതല്ലെങ്കിൽ ഈ പോസ്റ്റർ മാക്സിമം ഷെയർ ചെയ്തിട്ട് സഹായിക്കുന്ന കരങ്ങളിലേക്ക് എത്തിക്കണം ഇൻഷാ അല്ലാ.